രക്ഷകരാമോസ്തേ ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗ്ഗത്തിലങ്ങേ വണങ്ങാൻ ഞങ്ങൾക്കു കൃപ നൽകിടേണം. ആമേൻ. ആഗമനകാലം കൃപയുടെ കാലമാണ്. നമ്മുടെ ദൃഷ്ടിയും ഹൃദയവും ഒക്കെ ഉയർത്തി നമുക്ക് നമ്മുടെ ഉണ്ണീശോയെ ഹൃദയം കൊണ്ട് സ്വാഗതം ചെയ്യാനായിട്ട് നമുക്ക് ഒരുങ്ങാം. മാത്രമല്ല, ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായിട്ടുള്ള ആ രണ്ടാം വരവിൻ്റെ ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരിക്കൽ കൂടെ ജ്വലിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്കൊരു ഭജൻ പാടി നമ്മുടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. സ്നേഹസ്വരൂപനി ശരണം, ദേവാധിദേവാ ശരണം. സ്നേഹസ്വരൂപനി ശരണം, ദേവാദിദേവാ ശരണം. ശരണം 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 ദേവാ ശരണം. ശരണം 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 ദേവാ ശരണം. സ്നേഹസ്വരൂപനി ശരണം, ദേവാധിദേവാ ശരണം. സ്നേഹസ്വരൂപനി ശരണം, ദേവാദിദേവാ ശരണം. ഉള്ളിൽ വാഴും എൻ ദൈവമേ ശരണം, ഉണ്മയിലുണ്മയാമിൻ നാഥാ ശരണം. ഉള്ളിൽ വാഴും എൻ ദൈവമേ ശരണം, ഉണ്മയിലുണ്മയാമിൻ നാഥാ ശരണം. ശരണം 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 ദേവാ ശരണം. ശരണം 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 ദേവാ ശരണം. സ്നേഹസ്വരൂപനേ ശരണം, ദേവാധിദേവാ ശരണം. സ്നേഹസ്വരൂപനി ശരണം, ദേവാദിദേവാ ശരണം. പൂർണ്ണമാം പൂർണ്ണതേ നിത്യം ശരണം, ത്രിയേക ദൈവമാം നാഥാ ശരണം. പൂർണ്ണമാം നിത്യതേ നിത്യം ശരണം, ത്രിയേക ദൈവമാം നാഥാ ശരണം. ശരണം 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 ദേവാ ശരണം. ശരണം 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 ദേവാ ശരണം. സ്നേഹസ്വരൂപനേ ശരണം, ദേവാധിദേവാ ശരണം. സ്നേഹസ്വരൂപനി ശരണം, ദേവാദിദേവാ ശരണം. സ്നേഹസ്വരൂപനേ
സ്വരൂപനെ ശരണം, ദേവാധിദേവാ ശരണം. ഡാഡി കള്ളം പറയുന്നു. ഒരു കൊച്ചു വീഡിയോയുടെ പേരാണത്. ഒരു കുഞ്ഞ് അപ്പനെക്കുറിച്ച് പറയുവാണ്, മൈ ഡാഡി ഈസ് ദ സ്വീറ്റസ്റ്റ്. എൻ്റെ ഡാഡി തങ്കപ്പെട്ട മനുഷ്യനാണ്, എൻ്റെ മുത്താണ് എൻ്റെ അപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ. ആ ഷോർട്ട് ഫിലിമിൻ്റെ 2ാം പാതിയിൽ ആ കുഞ്ഞ് പറയുവാണ്, എൻ്റെ ഡാഡി കള്ളങ്ങൾ പറയാറുണ്ട്. അപ്പം പറയുന്ന കള്ളങ്ങൾ ഇതൊക്കെയാണ്. ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അപ്പം പറയും ജോലിയുണ്ടെന്ന്. ഒരു ഹോട്ടലിൽ ഇവൾ വാശി പിടിച്ച് കയറുമ്പോൾ പറയും നീ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല എന്ന് പറയും. കയ്യിലൊന്നുമില്ല എങ്കിലും എല്ലാം ഉണ്ടെന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഡാഡി കള്ളം പറയും. പക്ഷേ ഇതൊക്കെ എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഡാഡി പറയുന്നത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ധ്യാന വിഷയമായിട്ട് നൽകുന്നത് പിതൃത്വത്തെയാണ്, അപ്പന്മാരെയാണ്. ഞാൻ എൻ്റെ അപ്പനെ ഓർക്കുമ്പോൾ, അപ്പനെ ധ്യാനിക്കാനായിട്ട് ഞാൻ ഒരുപാട് വൈകിപ്പോയിട്ടുള്ളൊരു മകനാണ്. വളരെ അപ്രതീക്ഷിതമായിട്ട് 4 വർഷം മുന്നേ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലാണ് അപ്പച്ചി മരിച്ചത്. ഞാൻ അപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഹീലായി വരികയെന്ന സമയമായിരുന്നു. എൻ്റെ ഒരു ഡീക്കം പട്ടം ഒക്കെ അടുത്തൊരു സമയമായിരുന്നു. ആ സമയത്താണ് അപ്പച്ചിയുടെ വേർപാട്. ക്രിസ്മസിന് ഇടാനായിട്ട് തയ്പ്പിച്ചു വെച്ച പുതിയ വസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് ആ ശവമഞ്ചത്തിൽ ഇങ്ങനെ അപ്പച്ചി കിടന്ന ആ ഒരു രാത്രി ആണ് ഞാൻ എൻ്റെ അപ്പനെ ധ്യാനിച്ചത്. ആ തഴമ്പിച്ച കൈകളും ആ തേഞ്ഞുപോയ കാലുകളും നിറം മങ്ങിയ മുഖവും ഒക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഓടി ഓടി നിറം കെട്ടുപോയതാണെന്നൊക്കെ ആ ഒരു രാത്രിയിലാണ് എനിക്കെന്ന് മനസ്സിലായത്. ഇതുപോലൊരു അപ്പനാണ് യൗസേപ്പ്. ഉണ്ണീശോയും കൊണ്ട് ഇങ്ങനെ ഔസേപ്പ് പിതാവ് നടത്തിയ ഒരു ഓട്ടത്തിൻ്റെ ഒരു ചിത്രം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള മാതാവിനെയും കൂട്ടി സത്രം അന്വേഷിച്ചിട്ടുള്ള ആകുലതകൾ നിറഞ്ഞ ആദ്യത്തെ ഓട്ടം. ജ്ഞാനികളുടെ സന്ദർശനത്തിന് ശേഷം ശിശുവിനെയും കൊണ്ട് അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത 2ാമത്തെ ഓട്ടം. ഹെറോദേസിൻ്റെ മരണശേഷം ഗലീലയിലേക്ക് നടത്തുന്ന ഒരു തിരിച്ചുവരവിൻ്റെ ഓട്ടം. ഒടുവിൽ കാണാതാകുന്ന ബാലനായ ഈശോയെ തേടി ജെറുസലേം ദേവാലയത്തിലേക്ക് നടത്തുന്ന ഉത്കണ്ഠ നിറഞ്ഞ തെരച്ചിലിൻ്റെ ഒരു ഓട്ടം. സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഹീറോയായ യൗസേപ്പ് പിതാവ് ഉണ്ണീശോനെ എന്തോരം സ്നേഹിച്ചിട്ടുണ്ടാവും എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മളെയൊക്കെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ തറപ്പിച്ച് പറയാൻ പറ്റും, അത് അപ്പന്മാരാണ്. വളരെ ലളിതമായി പറഞ്ഞാൽ അമ്മ ഭൂമിയാണ്, അപ്പൻ വിത്താണ്. നല്ല മണ്ണിൽ നമ്മുടെ സാഹചര്യങ്ങളെയാണ് ഈ നല്ല മണ്ണെന്ന് പറയാനാവുന്നത്. അതിൽ വീണാൽ കൂടുതൽ നല്ല പൂക്കളും നല്ല മധുരഫലങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മൾ അമ്മമാർക്ക് ഭയങ്കര ഹൈപ്പ് കൊടുക്കും. അവർ അപ്പന്മാരെക്കാൾ ഒരു പടി മേലെ വലുതായിട്ട് കാണും. ഇത് സത്യമായിട്ടുള്ളൊരു നിരീക്ഷണം തന്നെയാണ്. എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോഴും അവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ അധികമൊന്നും അപ്പൻ സ്വയം നമുക്ക് വെളിപ്പെടുത്തി തരാറില്ല എന്നുള്ളതാണ്. എവിടെയോ വായിച്ചൊരു കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അപ്പനെന്ന് പറയുന്നത് ആലിപ്പഴം കണക്കാണ്. ഒരായുസിൽ എത്ര പ്രാവശ്യം ആലിപ്പഴം പെയ്തിട്ടുണ്ടാവും. പക്ഷെ അമ്മയെന്ന് പറയുന്നത് മഴ പോലെയാണ്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പെയ്തിങ്ങനെ നമ്മളെ നനക്കും, ഒരു കുളിര് തരും, നമ്മളിങ്ങനെ കവർ ചെയ്തിരിക്കും. പക്ഷേ ഏറ്റവും നല്ല ഓർമ്മ ഏതാണെന്ന് ചോദിച്ചാൽ മഴയേക്കാൾ നല്ല ഓർമ്മ അപൂർവമായി കണ്ട ആലിപ്പഴത്തിൻ്റെ ഓർമ്മയായിരിക്കും. നമുക്ക് ഇന്നേ ദിവസം അപ്പനെ തന്നെയാണ് ധ്യാനിക്കേണ്ടത്, പിതൃത്വത്തെ ധ്യാനിക്കാം. ബൈബിള് യൗസേപ്പ് പിതാവിന് ചാർത്തിക്കൊടുക്കുന്ന ഒരു ടൈറ്റില് നീതിമാനായിട്ടുള്ള അപ്പൻ എന്നാണ്. 1-ാം സങ്കീർത്തനത്തിൻ്റെ ആവർത്തനമാണ് വിശുദ്ധ യൗസേപ്പ്. സങ്കീർത്തനം പറയുന്നത് ഇങ്ങനെയാണ്,
പുഴയോരത്ത് നട്ടതും എപ്പോഴും പഴം നൽകുന്നതും ഇലകൊഴിക്കാത്ത സദാ പച്ചപ്പോടെ നിൽക്കുന്ന മനോഹരമായിട്ടുള്ള വൃക്ഷം. ഇതാണ് യൗസേപ്പ് പിതാവ്. ഇതുപോലെ ആകണം ഓരോ അപ്പന്മാരും. നിറയെ പച്ചപ്പുള്ള പഴങ്ങളുള്ള ഒരു പൂമരം കണക്കെ കുടുംബത്തിനകത്തും പുറത്തുമൊക്കെ ഒരപ്പൻ നിന്നാൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. പവിത്രം, പാലനം, പൈതൃകം എന്ന പേരിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഈ ദിവസങ്ങളിൽ വായിച്ചു. ഓരോരുത്തരും വ്യത്യസ്ത അനുഭവത്തിലാണ് അവരുടെയൊക്കെ അപ്പന്മാർ കാണുന്നത്. അപ്പൻ ആരായിരിക്കണമെന്നതും എങ്ങനെ ആയിരിക്കണമെന്നൊന്നും നമ്മളുടെ സെലക്ഷനല്ല, തിരഞ്ഞെടുപ്പല്ല. അപ്പനെന്ന കല്ലിൽ തട്ടി വീണവരും സഹിച്ചവരും ഒക്കെ ഈ ആഗമനകാലത്തിൽ ആത്മീയതയുടെ ബലിപീഠത്തിൽ ആ അപ്പന്മാരെയൊക്കെ ഒന്ന് സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും. അവരോടൊന്ന് ക്ഷമിക്കുന്നത് നല്ലതായിരിക്കും. കലുഷിതമായിട്ടുള്ള അവരുടെ ഭൂതകാലങ്ങളെയൊക്കെ ഒന്ന് സംസ്കരിക്കുന്നത് നല്ലതായിരിക്കും. കർദിനാൾ ഡെസ്മണ്ട് ടുട്ടു നൊമ്പരത്തോടും നീറ്റലോടും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അപ്പനെ ഓർത്തെടുക്കുന്നത്. അമ്മയെ തല്ലുന്ന അപ്പൻ, അപ്പനോടിങ്ങനെ പ്രതികാരം ചെയ്യാൻ പറ്റാത്ത ശൈശവത്തെ പ്രാകുന്ന കുട്ടി. ഇതായിരുന്നു കർദിനാളിൻ്റെ ബാല്യം എന്ന് പറയുന്നത്. കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ആർച്ച് ബിഷപ്പായി എവിടെയോ ഒരു യാത്രയ്ക്ക് പോകുന്ന വഴിക്ക് വീട്ടിൽ കയറി. ഒരു ദിവസം അവിടെ തങ്ങാനായിട്ട് കയറി. അദ്ദേഹം വളരെ ടയേർഡായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ അദ്ദേഹത്തോട് വന്നിട്ട്, നിന്നോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ബിഷപ്പിനോട് പറഞ്ഞു. ബിഷപ്പ് അപ്പോൾ, ഞാൻ ടയേർഡാണ്, നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അപ്പനെ പിന്തിരിപ്പിച്ചു. പക്ഷേ അന്നത്തെ ആ രാത്രി ആ അപ്പൻ മരിച്ചു എന്നുള്ളതാണ്. ആ അപ്പൻ ഇവരോട് ചെയ്ത ദ്രോഹങ്ങൾക്ക് മാപ്പ് പറയാനായിരിക്കണം തന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടതെന്ന് ഡെസ്മണ്ട് ടുട്ടു സ്വന്തം ആത്മകഥയിൽ ഓർക്കുവാണ്. പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ കോപം ഉളവാക്കരുത്. അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുകയും. നമുക്കൊരു സമയം കിട്ടിയെന്നൊന്നും ചിലപ്പോൾ വരില്ല. ഓരോ അപ്പനും അവരവരുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ദൈവമായിട്ട് വേണം അവതരിക്കാനായിട്ട്. ദൈവവും അപ്പനും തമ്മിലുള്ള അകലം കുറഞ്ഞിരിക്കണം. എല്ലാ മൂല്യങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയായിട്ട്, സ്വരൂപമായിട്ടൊക്കെ അപ്പൻ കുഞ്ഞിൽ ദിനം പ്രതി അവതരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞ് ഈ അടുത്ത് ഈശോയെ വിളിക്കുന്നത് ഞാൻ കേട്ടത് അപ്പ എന്ന് പറഞ്ഞാണ്. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ നഷ്ടപ്പെട്ട കുട്ടി, അവനെ കണ്ടെത്തുമ്പോൾ അവൻ ജോസഫിനോട് പറയുന്നത്, ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനല്ലേ എന്നാണ്. യേശുവിൻ്റെ പിതൃത്വം ദൈവത്തിന് നൽകിയ അപ്പനാണ് ജോസഫ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് വന്നവരാണെന്നും കുഞ്ഞുങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ച നിക്ഷേപങ്ങളാണെന്നും ഓരോ അപ്പനും കരുതിയാൽ അവരൊക്കെ വിനീതരാകും, കുറച്ചുകൂടെ എളിമയുള്ളവരായിട്ട് മാറും, നല്ല അപ്പന്മാരായിട്ട് മാറും എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ണിയേശുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന യൗസേപ്പിൻ്റെ ചിത്രം പല ചിത്രകാരന്മാരും വരച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. ജോസഫ് എന്ന അപ്പനെ കണ്ടിട്ടാണ് ദൈവത്തെയും അപ്പനെന്ന് വിളിക്കാനായിട്ട് യേശു പഠിച്ചത്. ഓരോ അപ്പനും കുഞ്ഞിൻ്റെ സെലസ്റ്റിയൽ ചെയറാണെന്നാണ് പറയുന്നത്, കുഞ്ഞിൻ്റെ ആകാശ ഗോവണിയാണെന്നാണ് പറയുന്നത്. സ്വർഗത്തിലെ അപ്പനിലേക്കുള്ള ആ കുഞ്ഞിൻ്റെ യാത്ര ഈ ഭൂമിയിലെ അപ്പന്മാരാണ്. ഇത് മറക്കരുത്. മലയാറ്റൂരിൻ്റെ ദൈവം എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കഥയുണ്ട്. അടിയാനായിട്ട് ജീവിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിനൊരു മകനുണ്ട്. മകനിങ്ങനെ പന്ത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് സ്വരൂപിച്ച് മകന് പന്ത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ കളിക്കിടെ പന്ത് അടുത്തുള്ള ജന്മിയുടെ വീട്ടിൽ പോയി വീഴുന്നുണ്ട്. ഇവൻ പന്തെടുക്കാനായിട്ട് ഭയന്നിട്ട് അപ്പനെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. ഇവരെ കണ്ടപാടെ ജന്മി പാടെ ചീത്തവിളി തുടങ്ങി. ചീത്തവിളി അതൊരു അതിര് കടന്നപ്പോൾ ഈ അപ്പൻ ആ ജന്മിയെ കൊന്നു. അങ്ങനെ കോടതിയിൽ ഈ അപ്പനെ ഹാജരാക്കിയിരിക്കുകയാണ്. അപ്പോൾ കോടതി ചോദിക്കുവാണ്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചെയ്തത്? ആ അപ്പൻ്റെ ഉത്തരം
വളരെ ഒരു ഐ ഓപ്പണിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അയാൾ എന്നെ, ഞാൻ കുഞ്ഞിൻ്റെ ദൈവമല്ലേ സാറേ, അവൻ്റെ മുമ്പിൽ ദൈവമായിട്ട് നിൽക്കേണ്ടതല്ലേ ഞാൻ? ഓരോ അപ്പന്മാരും കുഞ്ഞിൻ്റെ ദൈവമാണ്, യൗസേപ്പിനെ പോലെ. മേരിയെ ഉറങ്ങാൻ വിട്ടിട്ട് ഉണ്ണീശോയെ കയ്യിലെടുത്ത് ജോസഫ് താരാട്ട് പാടിയിട്ടുണ്ടാവും. അമ്മ ഉറങ്ങുമ്പോൾ കുഞ്ഞിന് പിന്നെ ആരാണ് കൂട്ട്? അപ്പന്മാരായിരിക്കും. കുഞ്ഞിനും അമ്മയ്ക്കും കാവലും കവചവുമാണ് അപ്പനെന്ന് പറയുന്നത്. ഞാൻ നല്ല ഇടയനാണെന്നും ആടുകൾക്ക് കവചമാണെന്നും ഒക്കെ ഈശോ വലുതായിട്ടിങ്ങനെ വലിയ പഠനങ്ങളൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞതൊക്കെ ജോസഫിനെ കണ്ടിട്ടായിരിക്കും. സ്ത്രീയേക്കാൾ ബലിഷ്ഠമായിട്ടുള്ള ശരീരം പുരുഷന്മാർക്ക് കിട്ടിയിട്ടുള്ളത് സ്ത്രീയെയും കുട്ടികളെയൊക്കെ അടക്കി ഭരിക്കാനൊന്നുമല്ല, മറിച്ച് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ശരീരം തന്നെ അപ്പന്മാർക്ക് കിട്ടിയിട്ടുള്ളത്. നോറ എന്നൊരു കഥാപാത്രം വീട് വിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ചിറങ്ങുന്നതിന് മുന്നേ തൻ്റെ ഭർത്താവിനെ നോക്കി പറയുന്ന 3 പരാതികൾ. ഒന്ന്, ഗൗരവമുള്ള ഒരു കാര്യവും നിങ്ങൾ സംസാരിക്കുന്നില്ല. രണ്ടാമത്തേത്, നമ്മൾ അപരിചിതരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ അകലം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തേത്, നിങ്ങൾക്ക് ഞാൻ വെറുമൊരു പാവയായിരുന്നു. ഇതിനെല്ലാം നേർ വിപരീതമാണ് ജോസഫ്. യഹൂദ നിയമമനുസരിച്ച് വിവാഹനിശ്ചയം കല്യാണത്തിന് തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആ സാഹചര്യത്തിൽ തനിക്ക് വേണ്ടി നിശ്ചയിച്ച പെണ്ണ് ഗർഭിണിയാണെന്ന് അവൻ കേട്ടപ്പോൾ, വളരെ ഗൗരവം നിറഞ്ഞ ഈ ഒരു കാര്യം ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ജോസഫ് ആരോടും ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. അവളെ സംശയിച്ചില്ല എന്നുള്ളതാണ്. ചർച്ച ചെയ്തിരുന്നെങ്കിൽ എല്ലാം തീർന്നാനെ. അവൻ സംഭാഷണം നടത്തിയത് ദൈവവുമായിട്ടാണ്. എൻ്റെ തന്നെ ജീവൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തിയെ സംശയിക്കുക അതൊരു ദുരന്തമാണ്. ഭാര്യയെ അനാവശ്യമായിട്ട് സംശയിക്കുന്ന ഭർത്താക്കന്മാർ, അപ്പന്മാരൊക്കെ ഇന്ന് കുടുംബത്തിൽ സർവ്വസാധാരണമാണ്. അവൾക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, അതാണ് യൗസേപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി. യേശുവിൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീയെ ഇങ്ങനെ ആൾക്കൂട്ടം വ്യഭിചാരക്കുറ്റത്തിൽ പിടിച്ച് മുന്നിലേക്ക് ഇട്ടപ്പോൾ അവൻ അവളോട് കാട്ടിയ കാരുണ്യം നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മാതൃക യേശുവിന് കിട്ടിയതെന്ന് ചോദിച്ചാൽ, അവൻ്റെ അപ്പൻ അവൻ്റെ അമ്മയോട്, മറിയത്തോട് ചെയ്ത ആ ഒരു കഥ മറിയം ഇവന് കുഞ്ഞിലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. അപ്പൻ്റെ ആ ഒരു പ്രവൃത്തി തന്നെയാണ് ക്രിസ്തുവിൻ്റെ ലൈഫിനെ ആ ഒരു കാരുണ്യത്തിൻ്റെ വലിയൊരു മേഖല ഡെവലപ്പ് ചെയ്തത്. പോപ്പ് ലിയോ 14 പാപ്പ കുടുംബജീവിതത്തെപ്പറ്റി ഏതാനും ദിവസം മുന്നേ പറഞ്ഞൊരു കാര്യമുണ്ട്. കുടുംബജീവിതം ഒരു ഗിഫ്റ്റാണ്. അത് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടിയുള്ള ഒരു ദൗത്യം കൂടെയാണ്. കുടുംബത്തെക്കുറിച്ചൊരു കുറിപ്പ് കണ്ടത് ഇങ്ങനെയാണ്: ഹോം ഈസ് ഫ്രജൈൽ, ഹാൻഡിൽ വിത്ത് കെയർ. ഹോം എന്ന് പറയുന്നത് വളരെ ദുർബലമായിട്ടുള്ളൊരു കാര്യമാണ്. അത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഒരു കളിപ്പാട്ടം തകരുന്നത് പോലെ അത് തകർന്നു പോകും. വീടിനകത്തെ ഒരു കാര്യവും അത്ര ലാഘവത്തോടെയൊന്നും നിങ്ങൾ എടുക്കരുത്. പ്രിയപ്പെട്ട അപ്പന്മാർ, പല വീടുകളിലും അപ്പന്മാരെന്ന് പറയുന്നത്, ഭർത്താവ് എന്ന് പറയുന്നത് ഭാര്യയ്ക്കും മക്കൾക്കൊരു ട്രോമയാണ്. എനിക്ക് തോന്നുന്നു ഒരപ്പന് ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു അഡ്രസ്സാണ്. നമ്മുടെയൊക്കെ പേരിൻ്റെ പാതി അപ്പൻ്റെ പേരാണ്. നല്ല അഡ്രസ്സ് കൊടുക്കാനായിട്ട് ഒരു അപ്പന് കഴിയണം. നമ്മുടെ മക്കൾക്ക് വഴി തെറ്റുന്നുണ്ടെങ്കിൽ, വഴി തെറ്റിയിട്ടും അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല എങ്കിൽ, ധൂർത്തപുത്രൻ ഉപമയിലെ അപ്പനെ പോലെ, തിരുക്കുടുംബത്തിനകത്ത് ജോസഫിനെ പോലെ ഒരു അപ്പൻ ആ വീട്ടിൽ ഇല്ല എന്ന് ആ മക്കൾക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഈ അടുത്തൊരു കുട്ടി പറയുവാണ്, ക്രിസ്മസും ഈസ്റ്ററും ഞായറാഴ്ചകളും ഒക്കെ വരുമ്പോൾ അവൾക്കത് വെറുപ്പാണെന്ന്. കാരണം അവളുടെ അപ്പൻ 4 കാലിൽ അഴിഞ്ഞാടുന്ന ദിവസങ്ങളാണത്. അഭിമാനിക്കാവുന്ന ഒരു അഡ്രസ്സ് അപ്പൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുമില്ല. കുടിയൻ്റെ മകള്, കുടിയൻ്റെ വീട് എന്നൊക്കെയാണ് അവരുടെ ടൈറ്റിൽ. അപ്പന് കുടുംബത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് അഭിമാനമാണ്, അഡ്രസ്സാണ്. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ ഒരു ആത്മാഭിമാനം രൂപീകരിക്കുന്നതിൽ അപ്പൻ്റെ റോള് വലുതാണ്. മലാക്കി 4:6 പറയുന്നുണ്ട്, ഞാൻ വന്ന് ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും.
കുടുംബം ഇങ്ങനെ പിളർന്ന് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ അപ്പൻ്റെയും മക്കളുടെയും ഒക്കെ ഹൃദയങ്ങൾ അകലം കുറഞ്ഞ് അടുത്തിരിക്കണമെന്നാണ് ബൈബിള് നമ്മളോട് പറയുന്നത്. ഭൂമിയിൽ തിരുക്കുടുംബത്തെ മാത്രം ധ്യാനിച്ച് ജീവിച്ച യൗസേപ്പ് എന്ന നല്ല അപ്പനെ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് ധ്യാന വിഷയമാക്കാം. ഇല അതിൻ്റെ ജീവിതം ചാരിതാർത്ഥ്യമാക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ഗണ്ടേക്കർ യയാതിയിൽ ചോദിച്ചു. അദ്ദേഹം തന്നെ അതിന് ഉത്തരവും പറയുന്നുണ്ട്. മരത്തിന് സൗന്ദര്യം നൽകുക, മരച്ചുവട്ടിൽ വരുന്നവർക്ക് തണൽ കൊടുക്കുക. ഒരപ്പൻ്റെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. അപ്പന്മാർ വിചാരിച്ചാൽ വീട് സ്വർഗമായിട്ട് മാറും, സൗന്ദര്യമുള്ളതായിട്ട് മാറും. യൗസേപ്പിൻ്റെ മാതൃക നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം പിറക്കണമെങ്കിൽ വീടിനകത്ത് യൗസേപ്പിനെ പോലെ ഒരു അപ്പൻ ഉണ്ടായിരിക്കണം. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാതിരാവിൽ മഞ്ഞേറ്റീറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാതിരാവിൽ മഞ്ഞേറ്റീറനായി പാരിന്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കൂ ഇണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കോ വീണമീട്ടു ദൈവത്തിൻ ദാസരേ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലേഹേമിൽ, മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമ്മൾ ഇന്നേ ദിവസം യൗസേപ്പ് എന്ന അപ്പനെ ധ്യാനിക്കുമായിരുന്നു. നമുക്ക് നമ്മുടെ അപ്പന്മാരെ ഓർക്കാം. അപ്പന്മാരാകാൻ ഒരുങ്ങുന്നവരും ഇത് കേൾക്കുന്നുണ്ടാകാം. പിതൃത്വം ഒരു വലിയ കാര്യം തന്നെയാണ്, ഒട്ടും ലാഘവത്തോടു കൂടി എടുക്കേണ്ടാത്ത ഒരു കാര്യം. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഈ നിമിഷം നിങ്ങളെ ആശീർവദിക്കുമ്പോൾ ഈ ലോകത്തിലെ എല്ലാ പിതൃത്വങ്ങളും കുറെ കൂടെയൊക്കെ ഉത്തരവാദിത്വ പൂർണ്ണത്തിലേക്ക് വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്ത്യാ വണങ്ങുക സാഷ്ടാംഗം വീഴുക ഏറ്റം മഹത്താമി കൂദാശയെ. നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി.
ഞങ്ങൾക്കപ്പമേകിയല്ലോ. എല്ലാ സ്വാതന്ത്ര്യത്തിനൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം തന്നരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.